ഓക്കെ റെഡി അല്ലേ? ഇനി വീണ്ടും അടുത്ത ചോദ്യം, സംഭവങ്ങളെ കാലക്രമത്തിൽ എഴുതുക. ടൈം ലൈൻ കൃത്യമാക്കുക. റൈറ്റ് ദ ഇൻസിഡൻസ് ഇൻ ക്രോണോളജിക്കൽ ഓർഡർ. കാലഗണനാക്രമത്തിൽ തിരിക്കാൻ. ഉപ്പ് സത്യാഗ്രഹം, സാൾട്ട് സത്യാഗ്രഹ എ. സ്വദേശി മൂവ്മെന്റ്, സ്വദേശി പ്രസ്ഥാനം. ലാഹോർ കോൺഫറൻസ്, ലാഹോർ സമ്മേളനം. ചൗരി ചൗര ഇൻസിഡന്റ്, ചൗരി ചൗര ഇൻസിഡന്റ്, ചൗരി ചൗര സംഭവം. ഇത് വർഷങ്ങളാദ്യം പറയൂ. ഉപ്പ് സത്യാഗ്രഹം, സാൾട്ട് സത്യാഗ്രഹ ഇയർ 19 പറയൂ. ഉപ്പ് സത്യാഗ്രഹം എന്നാന്ന് ആർക്കും അറിയില്ലേ? തെറ്റിക്കോട്ടെ. 1930. സ്വദേശി മൂവ്മെന്റ് 1905, 1905. ലാഹോർ കോൺഫറൻസ് 1929. വളരെ പ്രധാനപ്പെട്ടാണ്. പൂർണ്ണ സ്വരാജ് എന്ന റെസൊല്യൂഷൻ പാസാക്കിയ പ്രമേയം. പൂർണ്ണ സ്വരാജ്. നെഹ്റു ആദ്യമായി കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആകുന്ന സമ്മേളനമാണ് 1929 ലാഹോർ. ഇന്ന് ലാഹോർ പാകിസ്ഥാനിലാണ്, അന്ന് ഇന്ത്യയുടെ ഭാഗമായിരുന്നു. ചൗരി ചൗരാസ് ഇൻസിഡന്റ് 1922 ഉത്തർപ്രദേശിലെ ചൗരി ചൗരയിൽ നടന്ന ഗാന്ധിജി നോൺ കോഓപ്പറേഷൻ മൂവ്മെന്റ്, അതാ നിസ്സഹകരണ പ്രസ്ഥാനം നിർത്താൻ ഇടയാക്കിയ സംഭവമാണ് ചൗരി ചൗര 1922. നെക്സ്റ്റ്. ഓക്കെ അല്ലത്? അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. മക്കളെ നിങ്ങൾ ചോദിക്കാൻ പഠിക്കരുത് കേട്ടോ. ഒന്നുകൂടി പറയുന്ന ഏതെങ്കിലും പറയണമെങ്കിൽ ഇതിൽ പറയേണ്ടതായിട്ടൊന്നുമില്ല. ഓക്കെ, ഇനി ഉണ്ടെങ്കിൽ ലാസ്റ്റ് ചോദിക്കാം, അല്ലെങ്കിൽ ഞാൻ നമ്പർ തരണം, അതിൽ കോൺടാക്ട് ചെയ്താലും മതി. നെക്സ്റ്റ്, ചുവടെ തന്നിട്ടുള്ളവയിൽ യോജിക്കാത്തത് ഏത്? നോട്ട് മാച്ച്. എഴുതിക്കോളൂ. ലോങ് മാർച്ച്, ചൈനീസ് വിപ്ലവം, ചൈനീസ് റെവല്യൂഷൻ. ലോങ് മാർച്ച്, ചൈനീസ് റെവല്യൂഷൻ. നേരെ ചൈനീസ് റെവല്യൂഷൻ ചെയ്ത. അടുത്തത് ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ, ദ ഓത്ത് ഓഫ് ടെന്നീസ് കോർട്ട്. ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ. നേരെ ഫ്രഞ്ച് റെവല്യൂഷൻ അഥവാ ഫ്രഞ്ച് വിപ്ലവം. ബോസ്റ്റൺ ടീ പാർട്ടി. അമേരിക്കൻ സ്വതന്ത്ര സമരം, ദ ഫ്രീഡം സ്ട്രഗിൾ ഓഫ് അമേരിക്ക. രക്തരൂക്ഷിതമായ ഞായർ, ദ ബ്ലഡി സൺഡേ, BLOODY, രക്തരൂക്ഷിതമായ ഞായർ. ലാറ്റിൻ അമേരിക്കൻ വിപ്ലവം, രക്തരൂക്ഷിതമായ റഷ്യ. ലാറ്റിൻ അമേരിക്കൻ വിപ്ലവം. ഇതിൽ കറക്റ്റ് ആൻസർ ഇപ്പൊ പറഞ്ഞു. വെരി ഗുഡ്. ബ്ലഡി സൺഡേ വാസ് ഹെൽഡ് ഇൻ റഷ്യ. അതേഴ്സ് ആർ കറക്റ്റ് ആൻസേഴ്സ്. റഷ്യയിലാണ് അത് നടന്നിട്ടുള്ളത്. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യം, 1789 മുമ്പ്, 1789 മുമ്പ് എസ്റ്റേറ്റ് ജനറൽ, ഫ്രാൻസിലെ എസ്റ്റേറ്റ് ജനറൽ ഉണ്ടല്ലോ, വിളിച്ചു കൂട്ടിയത് എന്നാണ്.
1789 മുമ്പ് എസ്റ്റേറ്റ് ജനറൽ വിളിച്ചു കൂട്ടിയത് എന്നാണ്? എല്ലാ വർഷവും എഴുതണ്ട, ആൻസർ മാത്രം മതി. ഓർമ്മയുണ്ടോ ആർക്കെങ്കിലും? ആൻസർ ഞാൻ പറയാം. 1614, 1614, 1614. അതിനുശേഷം അവിടെ എസ്റ്റേറ്റ് ജനറൽ വിളിച്ചു കൂട്ടിയിരുന്നില്ല. ആ വിപ്ലവ സമയത്ത് നടന്ന ഒരു ഫ്രഞ്ച് റവല്യൂഷൻ 1789. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഓക്കെ അല്ലേ മക്കളെ? അടുത്ത വായിക്കട്ടെ. 1938 മ്യൂണിക് സമ്മേളനത്തിൽ പങ്കെടുത്ത ബ്രിട്ടീഷ് പ്രധാനമന്ത്രി. ഞാൻ ഈ വായിക്കുന്നത് മുഴുവൻ പരീക്ഷയ്ക്ക് ചോദിച്ചാട്ടോ. പരീക്ഷയിലേക്ക് ചോദിച്ച ക്വസ്റ്റ്യൻസ് മാത്രമേ ഞാൻ ഇപ്പോൾ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. അപ്പൊ അതുകൊണ്ട് ആ ചോദ്യം വീണ്ടും വരാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് കേട്ടോ, ചില ആളുകൾ ചോദ്യം ഇടുമ്പോൾ പഴയ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയിട്ട് അതിൽ നിന്ന് പലതുണ്ട്, പല ഭാഗങ്ങളിലായതിടും. അപ്പൊ അങ്ങനെ വന്നാൽ ഈ ഉത്തരം നമുക്ക് എന്തായാലും കിട്ടും. അല്ലെങ്കിൽ ഇതൊക്കെ വായിക്കുമ്പോൾ നമുക്ക് എവിടെയൊക്കെയാണ് ചോദ്യങ്ങൾ വരുന്നത് എന്നുള്ളൊരു ധാരണയും കിട്ടും. 1938 മ്യൂണിക് സമ്മേളനത്തിൽ പങ്കെടുത്ത ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആരാണ്? Who was the Prime Minister who attended the Munich Conference in 1938? നിങ്ങൾ ആ പോയിന്റ് ഞാൻ പറഞ്ഞ പോലെ ക്വസ്റ്റ്യൻ ഡീറ്റെയിൽ ആയിട്ട് എഴുതും വേണ്ട. ബ്രിട്ടീഷ് പ്രൈം മിനിസ്റ്റർ മ്യൂണിക് കോൺഫറൻസ് വേണം 1938 വേണം. അത്രേ ഉള്ളൂ. ഓപ്ഷൻസ് ഞാൻ വായിക്കാം, നിങ്ങൾ ആൻസർ മാത്രം പറഞ്ഞായി. വിൻസ്റ്റൺ ചർച്ചിൽ, നെവല്ലി ചാംബർലൈൻ, സ്റ്റാൻലി ബാൾഡ്വിൻ ആൻഡ് റാംസേ മെക്ഡൊണാൾഡ്. നെവില്ലി ചാംബർലൈൻ. നെവല്ലി, കറക്റ്റ് ആൻസർ, വെരി ഗുഡ്. നെവല്ലി ചാംബർലൈൻ. വിൻസ്റ്റൺ ചർച്ചിൽ അറിയാലോ? വിൻസ്റ്റൺ ചർച്ചിൽ ക്ലമന്റ് ആറ്റ്ലി വരുന്നതിന് തൊട്ട് മുമ്പത്തെ ബ്രിട്ടീഷ് പ്രൈം മിനിസ്റ്റർ ആണ്. അവിടെ ആകെ 2 പാർട്ടിയേ ഉള്ളൂ. ഏതാ? ലേബർ പാർട്ടി ആൻഡ് കൺസർവേറ്റീവ് പാർട്ടി. ബ്രിട്ടനിലാകെ 2 പാർട്ടി. നമ്മുടെ കേരളത്തിലെ ഇന്ത്യയിലും പോലെ വിവിധ പാർട്ടികളൊന്നും അവിടെ ഉണ്ടാവില്ല. ആകെ ഓൺലി 2 parties, ലേബർ പാർട്ടി ആൻഡ് കൺസർവേറ്റീവ് പാർട്ടി. അതിൽ കൺസർവേറ്റീവ് പാർട്ടിയുടെ ലീഡർ ആയിരുന്നു വിൻസ്റ്റൺ ചർച്ചിൽ. പക്ഷെ 1946 നടന്ന ഇലക്ഷനിൽ അവർ പരാജയപ്പെട്ടിട്ടാണ് ക്ലമന്റ് ആറ്റ്ലി ലേബർ പാർട്ടിയുടെ നേതാവായിട്ട് വരുന്നത്. അദ്ദേഹം എടുത്ത ഒരു ഡിസിഷൻ ആയിരുന്നത് കോളനി രാജ്യങ്ങൾക്ക് സ്വാതന്ത്ര്യം നൽകുക. അങ്ങനെയാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചത്. നെക്സ്റ്റ്, പിന്നെ അവർ ഓർക്കേണ്ട റാംസേ മെക്ഡൊണാൾഡ്, കേട്ടോ? അദ്ദേഹവുമായി ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട സംഭവം ഉണ്ട് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്ത്. കമ്മ്യൂണൽ അവാർഡ് 1932 കമ്മ്യൂണൽ അവാർഡ് കൊണ്ടുവന്ന ബ്രിട്ടീഷ് പ്രധാനമന്ത്രി. അതായത് മതവിഭാഗങ്ങളെ തമ്മിലടിപ്പിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേക സ്ഥാനങ്ങളും മാനങ്ങളും മണ്ഡലങ്ങളൊക്കെ നൽകി തിരിച്ചു. അപ്പൊ നിങ്ങളത് ഓർക്കണ്ട, കമ്മ്യൂണൽ അവാർഡ് എന്ന് പറഞ്ഞാൽ കമ്മ്യൂണൽ അവാർഡ് 1932 കൊണ്ടുവന്ന ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയാണ് റാംസേ മെക്ഡൊണാൾഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഈസ് ദ കറക്റ്റ് പെയർ? ശരിയായ ജോഡി ഏത്? കറക്റ്റ് പെയർ കണ്ടെത്തുക. അതിൻ്റെ 3 തെറ്റാണോ ഒന്ന് ശരിയാണെന്നാട്ടാവോ. ഒന്ന് ബംഗാളി, ബംഗാളി എന്ന് എഴുതുക. നേരെ സുരേന്ദ്രനാഥ ബാനർജി എന്ന് എഴുതുക. ബംഗാളി സുരേന്ദ്രനാഥ ബാനർജി. വോയിസ് ഓഫ് ഇന്ത്യ മഹാത്മാഗാന്ധി. ന്യൂ ഇന്ത്യ, പുതിയ ഇന്ത്യ, ന്യൂ ഇന്ത്യ. അതിന് നേരെ ലാലാ ലജ്പത് റായ് എന്ന് എഴുതുക.
നാഷൻ. അടുത്തതായിട്ട് എഴുതുക ദാദാബായ് നവറോജി എന്നും എഴുതുക. ഇതിൽ ഒന്ന് മാത്രമേ യോജിക്കാത്തുള്ളൂ, ബാക്കിയൊക്കെ യോജിക്കും. സോറി, ഒന്ന് മാത്രമേ യോജിക്കുള്ളൂ, ബാക്കിയൊന്നും യോജിക്കൂല. ആ യോജിക്കുന്നത് ഈ നാലെണ്ണത്തിൽ ഏതാണ് എന്നാണ് നിങ്ങളുടെ അഭിപ്രായം? ബംഗാളി സുരേന്ദ്രനാഥ് ബാനർജി. അത് മാത്രമേ യോജിക്കുള്ളൂ എന്നാ പറഞ്ഞ ഒരാള്. വേറെ ആള് പറയൂ. ലാലാ ലജ്പത് റായ് ശരിയാണ്, ബാക്കിയുള്ളൊക്കെ തെറ്റാണെന്ന് ഒരാളുടെ അഭിപ്രായം. പിന്നെ ചിലർ മിണ്ടാതിരിക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, എന്നാ ഉത്തരം ആദ്യം പറഞ്ഞതാണ് ബംഗാളി സുരേന്ദ്രനാഥ് ബാനർജിയാണ് ശരി. വെരി ഗുഡ്. വോയിസ് ഓഫ് ഇന്ത്യ ആരതാ? ദാദാബായ് നവറോജിയുടേതാണ് വോയിസ് ഓഫ് ഇന്ത്യ. അദ്ദേഹത്തിന്റെ പത്രം, അദ്ദേഹം തുടങ്ങിയ പത്രമാണ് വോയിസ് ഓഫ് ഇന്ത്യ. ബ്രാഗിൽ ദാദാബായ് എന്ന് പറഞ്ഞ ന്യൂ ഇന്ത്യ ആരാ? ന്യൂ ഇന്ത്യ. വെരി ഗുഡ്. കോമൺ വീൽ ചക്രം, ന്യൂ ഇന്ത്യ അവർ തുടങ്ങിയ പത്രങ്ങളാണ്. ന്യൂ ഇന്ത്യയും കോമൺ വീലും. കോമൺ COMMON, കോമൺ വീൽ WHEEL, ചക്രം എന്നുള്ള കോമൺ വീൽ. ഇത് രണ്ടും ആനി ബസന്റേതാണ്. നാഷൻ ആരാ? ഗോഖലെയുടെ. വെരി ഗുഡ്. ഗോപാലകൃഷ്ണ ഗോഖലെ. അടുത്ത ചോദ്യം, ഹിറ്റ്ലർ മെയിൻ കാംഫ് രചിച്ച വർഷം? ഓപ്ഷൻ ഒറ്റ ഉത്തരം മുട്ടിയാൽ മതിയല്ലോ. ഹിറ്റ്ലർ മെയിൻ കാംഫ് വർഷം? ആണോ? അതെവിടുന്ന് പഠിച്ചു? ബുക്കിലുണ്ടോ? ഇത് എന്താ 1925. അതാണ് 2 വർഷം കാണുമ്പോഴാണ് നമ്മൾ കേട്ടുന്നത്. ഹസ്നിയ അത് എവിടുന്നാ കേട്ടത്? കുഴപ്പമില്ല. അത് എന്താ ക്വസ്റ്റ്യൻ പേപ്പർ ഡൗൺലോഡ് ചെയ്ത് നോക്കിനു. അതിലെ ആൻസർ കീ ഉണ്ടായിരുന്നില്ലല്ലോ. ഉണ്ട്. ആൻസർ കീയിൽ 1928 എന്നാണോ കൊടുത്തിരിക്കുന്നത്? എങ്കിലേ തെറ്റാണ് കേട്ടോ. പറയാം, ആക്ച്വലി 1925 ആണ് കേട്ടോ. എന്തായാലും അസ്നിയ നോക്കാം. നേരത്തെ ഒന്നുകൂടി നോക്കോണ്ടു. നീ അസ്നിയ സമയം എപ്പോഴാ? ഈ ചോദ്യം ഉത്തരം നോക്കിയ സമയം എപ്പോഴാണ്? അത് കുറച്ച് മുമ്പ്. അതാണ് ഉറക്കത്തിലുണ്ടാവും. Perhaps that may be the reason. Anyhow, okay, നമുക്ക് നോക്കാം. അസ്നിയ നോക്കാം, 25 തന്നെയാണോ എന്ന് നോക്കണ്ടു. എന്നെ ആൻസർ ഉണ്ടായിരുന്നോ? ഡൗൺലോഡ് ചെയ്തപ്പോ കിട്ടിയിരുന്നോ? കിട്ടീനു. ഓക്കെ. ഈ എല്ലാ ചോദ്യങ്ങൾക്കും അതിന്റെ ആൻസർ കീകൾ ഉണ്ടാവും. ഈ 5 വർഷത്തെ എല്ലാവരും ആൻസർ കീ ഉണ്ടാ? ഇല്ല, 2020 കിട്ടിയിട്ടില്ല. 17 18 ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടി. ആൻസേഴ്സ് ഉണ്ടായിരുന്നു അല്ലേ? ഓക്കെ. അസ്നി ഒരു കാര്യം ചെയ്യണം, ഞാനത് ഡൗൺലോഡ് ചെയ്തല്ല, ഈ ശേഷം ഞാനൊരു നമ്പർ തരാം. ആ നമ്പറിലേക്ക് ആൻസർ അങ്ങനെ ചെയ്യാൻ പറ്റുമോ? വാട്സാപ്പ് ചെയ്യാൻ പറ്റുന്ന രൂപത്തിലാണോ? PDF ആയിട്ടാണ്. ഓക്കെ. അല്ലെങ്കിൽ ഇവർക്ക് നമ്മുടെ ഗ്രൂപ്പിൽ ഇട്ടാലും മതി. അല്ലെങ്കിൽ കേട്ടോ, ഞാൻ നമ്പർ തരാം കേട്ടോ. ഞാനത് ഡൗൺലോഡ് ചെയ്തിട്ടില്ല. ഇതല്ലാത്ത മറ്റു വിഷയങ്ങൾ ഒരാവശ്യമുള്ളതുകൊണ്ടാണ്. ഓക്കെ. എഴുതിക്കോളൂ. സ്പാനിഷ് ആഭ്യന്തര കലാപത്തെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സ്പാനിഷ് ആഭ്യന്തര കലാപത്തെ ഏതിന്റെ ഡ്രസ് റിഹേഴ്സൽ ആയിട്ടാണ് കണക്കാക്കുന്നത്? സ്പാനിഷ് ആഭ്യന്തര കലാപം, സിവിൽ റെബല്യൻ അല്ലേ? ഏതിന്റെ ഡ്രസ് റിഹേഴ്സൽ ആയിട്ടാണ് കണക്കാക്കുന്നത്? ഓപ്ഷൻസ് ഞാൻ തരാം, നിങ്ങൾ എഴുതണ്ടല്ലോ. ഒന്നും എഴുതണ്ട. ഫസ്റ്റ് വേൾഡ് വാർ,
റഷ്യൻ റവല്യൂഷൻ, സെക്കൻഡ് വേൾഡ് വാർ, ചൈനീസ് റവല്യൂഷൻ. ഫസ്റ്റ് വേൾഡ് വാർ, റഷ്യൻ റവല്യൂഷൻ, സെക്കൻഡ് വേൾഡ് വാർ, ചൈനീസ് റവല്യൂഷൻ. ഒന്നാം ലോകമഹായുദ്ധമാണോ, റഷ്യൻ വിപ്ലവമാണോ, രണ്ടാം ലോകമഹായുദ്ധമാണോ, ചൈനീസ് വിപ്ലവമാണോ? രണ്ടാം ലോകയുദ്ധം. വെരി ഗുഡ്. സെക്കൻഡ് വേൾഡ് വാർ ആണ്. അടുത്ത ചോദ്യത്തിലേക്ക് പോവാണ്. ഓക്കെ അല്ലേ? എന്താ ഫസ്റ്റ് ആഡ് ചോദിച്ചത് സാർ? ഗ്രൂപ്പിൽ ഒന്ന് ആഡ് ചെയ്യുമോ എന്ന്. ഗ്രൂപ്പിൽ ആഡ് ചെയ്തിട്ടില്ല? ഇല്ല എങ്കിൽ ആ നമ്പർ, അവരെ കോണ്ടാക്ട് ചെയ്യുന്ന നമ്പർ തന്നിട്ടില്ലേ? ഓക്കെ. ഫസ്റ്റ് ഒരു കാര്യം ചെയ്യണം, ഇന്ന് ഞാൻ പോകുന്നതിന് മുമ്പ് നിങ്ങൾക്ക് നമ്പർ തരും. എന്നിട്ട് നിങ്ങൾ ആ നമ്പറിൽ ആഡ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ എന്ത് ചെയ്യണം? എനിക്ക് ആ നമ്പർ ഒന്ന് വിട്ടുതരാം, പേര് വെച്ച് വിട്ടുതരണം. അപ്പൊ ഞാൻ അവരോട് പറഞ്ഞ് ആഡ് ചെയ്യാൻ പറയാം കേട്ടോ മോളെ. ഓക്കെ ഓക്കെ ഓക്കെ. അടുത്ത ചോദ്യം. എഴുത്തുകാരും അവരുടെ രചനകളും, റൈറ്റേഴ്സ് ആൻഡ് ദെയർ വർക്ക്സ്, ക്രമത്തിൽപ്പെടുത്താൻ. കൊടുത്ത ക്രമത്തിലല്ല, ഓർഡറിലല്ല. എഴുതിക്കോ. ഒന്ന് ഒമർ ഖയ്യാം, അതിന് നേരെ രാജതരംഗിണി എന്ന് എഴുതുക. രണ്ടാമത്തത് ഫിർദൌസി, ഗീതാ ഗോവിന്ദം എന്ന് എഴുതുക. കൽഹണൻ, റുബായിയാത്ത്, റുബായിയാത്ത്. ജയദേവൻ, ഷാനാമ. ഇത് നാലും ക്രമത്തിലില്ല. അപ്പൊ തുടങ്ങാം. ഒമർ ഖയ്യാം, റുബായിയാത്ത് അല്ലേ? ഓക്കെ, വെരി ഗുഡ്. റുബായിയാത്ത്. ഫിർദൌസി അറിയാം, ഷാനാമ. ഷാനാമ. കൽഹണൻ, രാജതരംഗിണി. ജയദേവൻ, ഗീതാ ഗോവിന്ദ്. ഒന്നുകൂടി. ഒമർ ഖയ്യാം, റുബായിയാത്ത്, ഫിർദൌസി, ഷാനാമ, കൽഹണൻ, രാജതരംഗിണി, ജയദേവൻ, ഗീതാ ഗോവിന്ദം. ഒരു ചോദ്യം ചോദിച്ചത് എങ്ങനെയാണ്? രണ്ട് പ്രസ്താവന, രണ്ട് സ്റ്റേറ്റ്മെന്റ് ഇവിടെ തന്നിട്ടുണ്ട്. ഇത് രണ്ടും ശരിയാണോ, രണ്ടും തെറ്റാണോ? അതായത് ഏതിനാ ഉമർ ഖയ്യാം, റുബായിയാത്ത്, ഫിർദൌസി, ഷാനാമ. നിങ്ങൾ എഴുതണം 1, 2, 3 എഴുതിയാൽ മതി. ശരിക്കും അപ്പോൾ പണ്ടേ. പിന്നെ അത് എഴുതല് കൽഹണൻ, രാജതരംഗിണി, ജയദേവൻ, ഗീതാ ഗോവിന്ദം. അത് വീണ്ടും അങ്ങനെ വരികയാണെങ്കിൽ വീണ്ടും അത് നിങ്ങൾ എഴുതാൻ നിൽക്കണ്ട. ഓ, 1 ഉമർ ഖയ്യാമിന്റെ റുബായിയാത്തിനെതിരെ 1 ഇടുക, ഷാനാമയുടെ 2 തരാം. അതായത് ഓപ്ഷൻ അല്ലെങ്കിൽ ബീത കൊടുത്തിട്ടുണ്ടാവുമല്ലോ, അതേപോലെ കൊടുത്താൽ. ഇനി അടുത്ത ചോദ്യങ്ങൾ എഴുതണ്ട, കേട്ടാ മതി. പരീക്ഷ ചോദിച്ചതായതുകൊണ്ട് 2 സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട്. ഇത് രണ്ടും ശരിയാണോ, രണ്ടും തെറ്റാണോ? ഒന്നാമത്തത് ശരി, രണ്ടാമത്തെ തെറ്റാണോ? അതോ രണ്ടാമത്തത് തെറ്റും ശരിയും ഒന്നാമത്തെ തെറ്റുമാണോ? അങ്ങനെ ചോദ്യം. എങ്ങനെ വെച്ചാൽ ഒന്നാമത്തെ തെറ്റ്, രണ്ടാമത്തെ ശരി, രണ്ടാമത്തെ തെറ്റ്, ഒന്നാമത്തെ ശരി, ഒന്നാമത്തെ ശരി, രണ്ടാമത്തെ തെറ്റ്. ചോദ്യം മനസ്സിലല്ലേ? ഏതാണ് ഒന്നാമത്തത്? അഷ്ടപ്രധാൻ എന്നറിയപ്പെട്ട സമിതി മറാത്ത ഭരണാധികാരിയായ ശിവജിയെ ഭരണത്തിൽ സഹായിച്ചു. ഇതാണ് ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്. അഷ്ടപ്രധാൻ വാസ് ഹെൽപ്ഡ് ശിവജി ഫോർ ഹിസ് അഡ്മിനിസ്ട്രേഷൻ. സെക്കൻഡ് വൺ, മറാത്ത രാജ്യങ്ങളിൽ നിന്ന് 2 നികുതികളായിരുന്നു ചൗദും സർദേശ് മുഖി. ചൗദ് ആൻഡ് സർദേശ് മുഖി were the tax imposed in Maratha dynasty. ഇത് രണ്ടും ശരിയാണോ, രണ്ടും തെറ്റാണോ? ആദ്യത്തെ ശരി, രണ്ടാമത്തെ തെറ്റാണോ? ആദ്യത്തെ തെറ്റ്, രണ്ടാമത്തെ ശരിയാണോ? രണ്ടും ശരിയാണ്. രണ്ടും ശരിയാണ്. അപ്പൊ നിങ്ങൾ 2 കാര്യങ്ങളിൽ അഷ്ടപ്രധാൻ എഴുതിക്കോളൂ. ശിവജിയെ സഹായിച്ചിരുന്ന ശിവജിയുടെ മന്ത്രിസഭ അറിയപ്പെട്ടാണ്. ശിവജീസ് ക്യാബിനറ്റ് നോൺ ആസ് അഷ്ടപ്രധാൻ.
ചൗദ് സർദേശ് മുഖി ടാക്സുകളാണ്, ഇമ്പോസ് ചെയ്ത ടാക്സുകളുടെ പേരാണ്. റെക്കോർഡ് അയച്ചു തരുമായിരിക്കും കേട്ടോ. അതിൽ ഒരു ഇത് ചോദിച്ചിരുന്നു, പല കുട്ടികൾക്കും ബുദ്ധിമുട്ടായതുകൊണ്ടേ. നിങ്ങൾ കഴിയുമെങ്കിൽ ലൈവ് ക്ലാസ്സുകൾ കാണാൻ തന്നെ പരമാവധി ശ്രദ്ധിക്കുക. വേറെ ഒരു നിവൃത്തി ഇല്ലെങ്കിൽ മാത്രം റെക്കോർഡ് ക്ലാസ് കേൾക്കുക. കാരണം ലൈവ് ഇന്ററാക്ഷൻ ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് ഇഫക്റ്റീവായ നിങ്ങളുടെ ഡൗട്ട്സ് ക്ലിയർ ചെയ്യാനൊക്കെ പറ്റുന്നത് ലൈവ് ക്ലാസ്. മാത്രമല്ല ഏറ്റവും കൂടുതൽ എനർജറ്റിക് ആയിട്ടുള്ള ടൈം എന്ന് പറഞ്ഞാൽ 6:30 to 8:30 തന്നെയാണ്. നമ്മുടെ നല്ലൊരു ഫ്രഷ് ആയിട്ടുള്ള അറ്റ്മോസ്ഫിയർ നമുക്ക് കേൾക്കാം. പിന്നെ തീരെ കഴിയാത്തവർ മാത്രം റെക്കോർഡ് ക്ലാസ്സിനെ ഡിപ്പെൻഡ് ചെയ്യുക. ഓക്കെ, പല കുട്ടികൾക്ക് അതുകൊണ്ടായിരിക്കും ട്യൂഷനും മറ്റൊക്കെ ഉണ്ടായിരിക്കും. നമുക്ക് ഫാക്കൽറ്റികളുടെ ഇതുകൂടി നോക്കണം. ഇപ്പം എന്നെ സംബന്ധിച്ചോളം ഈ സമയമല്ലാതെ വേറെ സമയമില്ല. കാരണം 9:30 മുതൽ 4 മണി വരെ വേറൊരു ക്ലാസ് ഉണ്ട്. അപ്പം അങ്ങനെ ആയപ്പോൾ ഇതല്ലാതെ വേറൊരു സമയമല്ല. അതുകൊണ്ടാണ് ഇന്ന് നാളെ എനിക്ക് 6:30 മുതൽ 8:30 വരെ സമയമുള്ളൂ എന്ന് പറയാം. നാളെ ഇതേപോലെ തന്നെയാണ്, വൈകുന്നേരം വരെ ക്ലാസ് ഉള്ളതുകൊണ്ട്. ഓക്കെ, ഇനി ഇതാണ് ഇതുള്ളത് പ്രധാനപ്പെട്ട ചോദിച്ചത്. ഈ ഇതിലല്ലാതെ കുറെ ക്വസ്റ്റ്യൻസ് 2018 ചോദിച്ചതുണ്ട്, നമ്മൾ പിന്നെ ഡിസ്കസ് ചെയ്യും. ഇൻ 2017 2017 ചോദിച്ച ചോദ്യങ്ങൾ, അതും ഓർഡറിൽ എഴുതാനാണ്, ക്രമത്തിൽ എഴുതാൻ. രണ്ടാം വൻകര സമ്മേളനം, സെക്കൻഡ് കോണ്ടിനെന്റൽ കോൺഫറൻസ്, പാരീസ് ഉടമ്പടി ഏതാണ് ആദ്യം ക്രമത്തിൽ നടന്നെന്ന് അറിയുന്നത്? സെക്കൻഡ് പാരീസ് ട്രീറ്റി, ട്രീറ്റി ഓഫ് പാരീസ്. തേർഡ് ബോസ്റ്റൺ ടീ പാർട്ടി, ബോസ്റ്റൺ ടീ പാർട്ടി. നാലാമത് അമേരിക്കൻ കോളനികളും ബ്രിട്ടനും തമ്മിലുള്ള യുദ്ധത്തിന്റെ അവസാനം, ദ എൻഡ് ഓഫ് ദ വാർ ബിറ്റ്വീൻ ബ്രിട്ടൻ ആൻഡ് അമേരിക്കൻ കോളനീസ്. അമേരിക്കൻ കോളനികളും ബ്രിട്ടനും തമ്മിലുള്ള യുദ്ധത്തിന്റെ അവസാനമാണ്, ദ എൻഡിങ് ഓഫ് വാർ ബിറ്റ്വീൻ ബ്രിട്ടൻ ആൻഡ് അമേരിക്കൻ കോളനീസ്. ഇതിൽ നടന്ന ക്രമപ്രകാരം എഴുതണം. ആർക്കെങ്കിലും ഒന്നും പ്രവചിക്കാൻ പറ്റുമോ? Can you predict which happened first? ബോസ്റ്റൺ ടീ പാർട്ടി. ഓക്കെ, പറഞ്ഞോളൂ. ഓക്കെ, പക്ഷെ രണ്ടാം കോണ്ടിനെന്റൽ കോൺഗ്രസ്, അമേരിക്കൻ കോളനികളും ബ്രിട്ടനും തമ്മിലുള്ള യുദ്ധത്തിന്റെ അവസാനം, പാരീസ് ഉടമ്പടി. പാരീസ് ഉടമ്പടി എന്നാ? 1783. അപ്പൊ ഈ അമേരിക്കൻ കോളനിയും ബ്രിട്ടനും തമ്മിലുള്ള യുദ്ധത്തിന്റെ അവസാനം 81. ഓക്കെ, അത് ഉറപ്പാണോ? എവിടുന്ന് വായിച്ചിട്ടുണ്ടാവും? എവിടുന്ന് ഇത്ര കൃത്യമായിട്ട് പറയാൻ കാരണം? അത് ബുക്കിലുണ്ട്. ഉണ്ടല്ലേ? ഓക്കെ, അങ്ങനെ തന്നെയാണ് ബുക്കിലല്ലേ? ഓക്കെ, നോക്കോ. അപ്പോൾ ഇത് കൊടുത്തിട്ടുണ്ടോ? ഈ കോണ്ടിനെന്റൽ കോൺഫറൻസ് കൊടുത്തിട്ടുണ്ടോ? 1775. നിങ്ങൾ ടെക്സ്റ്റിൽ വായിച്ച കാര്യങ്ങൾ ഞാൻ പറയുന്നില്ലെങ്കിൽ ചിലപ്പം സെർച്ച് ചെയ്യുന്ന സമയത്തൊക്കെ നമ്മൾ ചിലപ്പോൾ ഇയർ അന്വേഷിച്ച് കണ്ടെത്തിയാണ്. അപ്പോൾ ചിലപ്പോൾ തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞോളൂ. നിങ്ങൾ ടെക്സ്റ്റിൽ കോൺട്രാഡിക്ഷൻ ആയിട്ട് വരുന്നുണ്ടെങ്കിൽ പറയണം. ഓക്കെ, ഇപ്പൊ ഈ തന്ന ചോദ്യം തന്നെ രണ്ടും അങ്ങോട്ടും മാറിയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. എനിക്ക് തോന്നുന്നത് ഗൂഗിൾ സെർച്ച് ചെയ്തപ്പോൾ അത് ഞാൻ സംശയം വന്നപ്പോൾ ചോദിച്ചത്. നിങ്ങൾ പഠിക്കുന്നത് അവിടെ നിങ്ങൾക്ക് നന്നായിട്ട് അറിയും. അതിൽ വല്ല കോൺട്രാഡിക്ഷൻ വരികയാണെങ്കിൽ ചോദിക്കണം. 1775 ആണ് കോണ്ടിനെന്റൽ കോൺഫറൻസ്. പിന്നെ ബോസ്റ്റൺ ടീ പാർട്ടി, പാരീസ് ഉടമ്പടി 1783 അല്ലേ? പാരീസ് 1783. പിന്നെ ബോസ്റ്റൺ 1773, 1773. പിന്നെ അമേരിക്കൻ ഐക്യനാടുകളും 1781, 1781. ഒരിക്കൽ കൂടി, സെക്കൻഡ് കോണ്ടിനെന്റൽ കോൺഫറൻസ് 1775, 1775, 1775. പാരീസ് ഉടമ്പടി 1783, 1783. ബോസ്റ്റൺ ടീ പാർട്ടി 1773, 1773.
അമേരിക്കൻ കോളനികളും തമ്മിലുള്ള യുദ്ധത്തിന്റെ അവസാനം 1781 1781. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് പോവാം. 18th സെഞ്ചുറി അറിയപ്പെടുന്നത്, 18ാം നൂറ്റാണ്ട് അറിയപ്പെടുന്നത് എങ്ങനെയാണ്? ഏത് മേഖലയുടെ? സാർ ലാസ്റ്റ് ട്രീറ്റി ഓഫ് പാരീസ് അല്ലേ? 1781 അല്ല സോറി 1783. ഓക്കെ. ഓക്കെ, നെക്സ്റ്റ് 18th സെഞ്ചുറി ഈസ് നോൺ ആസ്, 18ാം നൂറ്റാണ്ട് എന്തിന്റെ പേരിലാണ് അറിയപ്പെടുന്നത്? ഞാൻ 4 ഓപ്ഷൻ തരാം. ഒന്ന്, ദ ഏജ് ഓഫ് കോൺഫ്ലിക്ട്സ്, സംഘർഷങ്ങളുടെ യുഗമായിട്ടാണ്. ദ ഏജ് ഓഫ് കോൺഫ്ലിക്ട്സ്. ദ ഏജ് ഓഫ് റീസണിങ്, യുക്തിചിന്തയുടെ റീസണിങ്. ദ ഏജ് ഓഫ് ഐഡിയാസ്, ആശയങ്ങളുടെ യുഗം. ദ ഏജ് ഓഫ് നാഷണാലിസം, ദേശീയതയുടെ യുഗം. അപ്പോൾ കോൺഫ്ലിക്ട്സിന്റെ ഏജ്, റാഷണൽ തിങ്ക് അവർ റീസണിങ്ങിന്റെ ഏജ്, ന്യൂ ഐഡിയാസിന്റെ ഏജ്, നാഷണാലിസത്തിന്റെ ഏജ്. 18th സെഞ്ചുറി ന്യൂ ഐഡിയാസ് അല്ല. അതെവിടെയും കണ്ടിട്ടുണ്ട് അങ്ങനെ? ഹലോ, റീസണിംഗ് ആണോ? ഏതാണ്? റാഷണൽ തിങ്കിങ്. റാഷണൽ തിങ്കിങ് ആണ്. ആരോ നേരത്തെ ആശയങ്ങൾ, ന്യൂ ഐഡിയാസ് പറഞ്ഞല്ലോ. മോൻ എവിടുന്ന് കണ്ടേ? ഞാൻ ഏതൊരു ബുക്ക് ലൈബ്രറിയിൽ ബുക്ക് വായിച്ചപ്പോ ഏതൊരു ബുക്കിലുണ്ടായിരുന്നു അത്. സെഞ്ചുറി തന്നെ ഓർക്കുന്നുണ്ടോ? യു റിമെമ്പർ സ്റ്റിൽ നൗ? 18th സെഞ്ചുറി. 18th സെഞ്ചുറി. 18th സെഞ്ചുറി അല്ലേ? നോക്കാം. ഇതിൽ കൊടുത്തിരുന്ന ആൻസർ കീ മറ്റേ റാഷണൽ ഇതിനാണ്, യുക്തിചിന്തയുടെ കാലഘട്ടം. നോക്കാം കേട്ടോ, സംശയം നോക്കാം. നിങ്ങളും സെർച്ച് ചെയ്യണ്ടോ? ഇനി ഓക്കെ. എന്നറിയപ്പെടുന്നത് ഏതിനെയാണ്? വാർ ടു സ്റ്റോപ്പ് ഓൾ അതർ വാർസ്. എ വാർ ടു സ്റ്റോപ്പ് ഓൾ അതർ വാർസ് എന്നറിയപ്പെട്ടത് ഏതിനെയാണ്? ഞാൻ വായിക്കാം. ഓപ്ഷൻ ഇതൊന്നും വേണ്ട, ഒക്കെ പറഞ്ഞു എഴുതണ്ട. സെക്കൻഡ് വേൾഡ് വാർ, ഫ്രഞ്ച് റവല്യൂഷൻ, ഫസ്റ്റ് വേൾഡ് വാർ, അമേരിക്കൻ സിവിൽ വാർ. അതായത് 2ാം ലോക മഹായുദ്ധമാണോ, ഫ്രഞ്ച് വിപ്ലവമാണോ, 1ാം ലോക മഹായുദ്ധമാണോ, അമേരിക്കൻ ആഭ്യന്തര യുദ്ധമാണോ? 1ാം ലോക മഹായുദ്ധം. ഫസ്റ്റ് വേൾഡ് വാർ ആണ്, ഫസ്റ്റ് വേൾഡ് വാർ.